എല്ലാവരും കൽപ്പാത്തി തേരിന്റെ സമയത്താണ് കൽപ്പാത്തിയിലോട്ട് പോവുക. പക്ഷെ ഞാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ പാലക്കാട് പോയപ്പോൾ ജസ്റ്റ് കൽപ്പാത്തി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൽപ്പാത്തിയിലെ ഈ ഗ്രാമത്തിന് പൈതൃക ഗ്രാമം എന്നാണ് പറയുക. ശരിക്കും അങ്ങനെ പറയുന്നതിന് അർത്ഥമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീടുകൾ തമ്മിൽ ഒരു ഗ്യാപ്പില്ല, അതുപോലെ തന്നെ അതിരില്ല, മുറ്റമില്ല. ഇവരെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു വീട് പോലെ ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇവിടെയുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആ പഴമ ഇന്നും ഇവിടെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ കാര്യത്തിലുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ തേരിന് കൽപ്പാത്തിയിൽ വരുന്ന പോലെയല്ല ഇപ്പൊ വരുമ്പോൾ. ഇപ്പൊ നമുക്ക് തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ രഥത്തിന്റെ അടുത്തൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് രഥം. ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വലിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വലിക്കുന്ന സംഭവമായിരിക്കും മെജോറിറ്റി ആളുകളും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇതാണ് ആ സാധനം. പിന്നെ ഇവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഇതേപോലെ കൽപ്പാത്തി ഗ്രാമം മാത്രം വന്ന് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ ഒരു 8 മണിക്ക് മുമ്പൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെ അമ്പലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കണം. ഞാൻ വന്നത് 3:30-ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കണം. പിന്നെ അമ്പലങ്ങൾ തുറക്കുമ്പോൾ എന്തായാലും 6 മണിക്ക് ശേഷമായിരിക്കും തുറക്കുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് അമ്പലങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതാണ്.